ഹലോ എവ്രി വൺ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വോയിസ് ഓവർ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷേ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷെയർ ഇറ്റ് വിത്ത് എവ്രി വൺ. യൂഷ്വലി എൻ്റെ യൂട്യൂബിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇടുക. അപ്പോൾ ഇത് ഞാൻ KSRTCയുടെ തീർത്ഥാടനം, പഞ്ചപാണ്ഡവ ക്ഷേത്ര തീർത്ഥാടന യാത്രയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃക്കോടിത്താനം ടെമ്പിളാണ്. ഓക്കെ, അതായത് 5 ക്ഷേത്രങ്ങളിൽ നമ്മൾ വിസിറ്റ് ചെയ്ത് ഫൈനലി ആറന്മുള പോയി വള്ളസദ്യയും കഴിച്ചിട്ട് വരുന്നു. ഇതാണ് ഒരു പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടാമത്തെ ക്ഷേത്രമാണ്. അത് തിരുവൻവാണ്ടൂർ ക്ഷേത്രമാണ്. ഓക്കെ, എനിക്ക് ഈ ക്ഷേത്രങ്ങളൊന്നും അത്ര പരിചയം ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ ക്ഷേത്രങ്ങളെല്ലാം വിസിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് വളരെ ഈസിലി പോയി എല്ലാം ഒരു 15-20 മിനിറ്റ്സിൽ വിസിറ്റ് ചെയ്ത് തിരിച്ചു വരാൻ പറ്റിയിരുന്നു. ഈ നമ്മൾ ഇത്രയും ദ ഹോൾ ഡേ ഈ വിസിറ്റുകളെല്ലാം കഴിഞ്ഞിരുന്നെങ്കിലും അതിൻ്റേതായ ക്ഷീണമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയും അത് ഭയങ്കര നല്ലൊരു ട്രിപ്പായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യണം എന്ന് തീരുമാനിച്ചത് തന്നെ. എല്ലാ അമ്പലങ്ങളിലും ക്ഷേത്രക്കുളങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മൂന്നാമത് പോയ ക്ഷേത്രം തൃച്ചിറ്റാറ്റ് ടെമ്പിളാണ്. തൃച്ചിറ്റാറ്റ് ഇനി ഈ നമ്മുടെ ത്രൂ ഔട്ട് ദി ജേർണി ഉണ്ടായിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് എല്ലാം ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു എന്ന് ഞാൻ പറയാം. അതായത് എങ്ങനെയാണ് KSRTC ഇതിന് വേണ്ടിയിട്ടുള്ള കണ്ടക്ടർ ആൻഡ് ഡ്രൈവറെ കണ്ടുപിടിച്ചതെന്നുള്ളത് ഐ നീഡ് ടു നോ. കാരണം അത്രയധികം എൻ്റർടൈനിങ് ആയിട്ടുള്ള, രാവിലെ 4:30 നമ്മൾ നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തതാണ്. ഈവനിങ് ഒരു 10 o'clock നമ്മൾ തിരിച്ചെത്തിയത്. അത്രയും നേരം ഫുൾ എനർജിയിൽ നിന്ന് ഞങ്ങളെ ഈ ഒരു ജേർണി അത്രയും എൻ്റർടൈൻ ചെയ്ത് എല്ലാവരെയും പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും ഒക്കെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു കണ്ടക്ടർ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടൻ്റെ പേര് വിനീഷാണ്. ആൻഡ് ചേട്ടനാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൻ്റെ ജേർണിയുടെ. ഇനി നാലാമത് നമ്മൾ പോയ ടെമ്പിൾ എന്ന് പറയുന്നത് തൃപ്പുലിയൂറാണ്. ഇത് തൃപ്പുലിയൂർ ക്ഷേത്രമാണ്. അപ്പോൾ ഇത് ഭീമസേനൻ ആണ് ഈ വിഷ്ണു പ്രതിഷ്ഠിച്ചതെന്നാണ് വിശ്വസിക്കുന്നത്. എനിക്ക് ടെമ്പിളിൻ്റെ ചരിത്രത്തിനെ പറ്റിയൊന്നും ഒരുപാട് അറിയില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. പക്ഷേ എല്ലാ ടെമ്പിളിലും ഉള്ള വിസിറ്റ് എന്ന് പറഞ്ഞത് വളരെ പീസ്ഫുള്ളായിരുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് എല്ലാം വിസിറ്റ് ചെയ്യാൻ പറ്റി. നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ക്യാപ്ചർ ചെയ്ത് കുറച്ച് മൊമെൻറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോ ആക്കിയതാണിത്. ഇപ്പോൾ നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് തിരുവാറന്മുളയാണ്. ഇറ്റ് വാസ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അപ്പോൾ അവിടെ ആറന്മുള സദ്യ നടക്കുന്നുണ്ട് ഒരു സൈഡിൽ, അതുപോലെ വഞ്ചിപ്പാട്ട് മത്സരം നടക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ലൈവായിട്ടൊരു വഞ്ചിപ്പാട്ട് കേൾക്കുന്നത്. അപ്പോൾ ഒരുപാട് തോണികൾ ഇതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ കരക്കാരുടെ തോണികളാണ്. അപ്പോൾ അത് ക്ഷേത്രത്തിൻ്റെ അവിടെ വരും. അപ്പോൾ ഓരോ തോണികളും സ്പോൺസർ ചെയ്തിരിക്കുന്നവർ അവിടുന്ന് ഈ തുഴക്കാരെ ഇൻവൈറ്റ് ചെയ്ത് അവരെ വെൽക്കം ചെയ്ത് നമ്മുടെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റുന്നു. അവരവിടെ പോയി അവിടെ നിന്നാണ് അവർ വള്ളസദ്യ കഴിക്കാൻ പോവുക. അപ്പോൾ നമ്മൾ ഒറിജിനൽ വള്ളസദ്യ തുഴക്കാരുടെ കൂടി ഇരുന്നല്ല കഴിക്കുക KSRTC പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആ ഒരു വഞ്ചിപ്പാട്ടും അല്ലെങ്കിൽ കഴിക്കാൻ നേരത്ത് അവർ സാധാരണ പാടാറുള്ള പാട്ടുകളും അല്ലെങ്കിൽ ആ ഒരു വേ ഓഫ് വിളമ്പലും അതെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അത്ര അധികം കൂട്ടങ്ങൾ ഉണ്ടാവില്ല, പക്ഷേ എന്നാലും 10-35 കൂട്ടം ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കൃത്യമായിട്ട് ഞാൻ എണ്ണി നോക്കിയില്ല കേട്ടോ. പക്ഷേ ഈ വഞ്ചിപ്പാട്ടും ഈ മൊമെൻറ്റ്സും ഒക്കെ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. പിന്നെ ഉണ്ടായത് ഈ പറഞ്ഞ പോലെ നമ്മുടെ തിരുവോണത്തോണി നീറ്റിലിറക്കാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ബസ്സിൽ വന്ന ചേട്ടന്മാരും അതുപോലെ നമ്മുടെ കണ്ടക്ടർ ചേട്ടനൊക്കെ കൂടെയാണ് അത് നീറ്റിലിറക്കാനുള്ളൊരു ഭാഗ്യം അവർക്കുണ്ടായി. അത് ആദ്യമായിട്ടാണ് ഞാനിതെല്ലാം കാണുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് ഷെയർ ചെയ്യണം എന്നുള്ള ആ ഒരു ഫീൽ ഉണ്ടായത്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പോകണം കാണണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് പ്രായമായിരിക്കും, റിട്ടയറായിട്ട് ഇരിക്കുന്നവർക്കും അതുപോലെ ഒരുപാട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കാൻ ഇല്ലാത്തവരാണെങ്കിലും നമ്മളെ കൊണ്ടുപോകാൻ ആളുകളില്ല അങ്ങനെയൊക്കെ ആണെങ്കിലും, അതുപോലെ ഈ നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരുപാട് നേരം ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇടയ്ക്കൊക്കെ എഴുന്നേറ്റ് നിൽക്കാനും ഒക്കെ പറ്റുന്ന ഒരു രീതിയാണ് ഈ KSRTCയിലെ ഒരു ജേർണി എന്നാണ് എനിക്ക് മനസ്സിലായത്. തീരെയും അങ്ങനെ ഒരു മടുപ്പൊന്നും തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല. അതാ നമ്മുടെ കണ്ടക്ടർ ചേട്ടനാണ് താടിയൊക്കെ വെച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കൂടെയുള്ളത്. ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കാര്യം, തിരുവോണത്തോണി നീറ്റിലിറക്കുന്നതാണ് കാണുന്നത്. ഇതെല്ലാം ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആൻഡ് സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഐ ഹാഡ്. ഓക്കെ,
ഇത് നമ്മുടെ തിരുവാറന്മുള ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ്, അമ്പലത്തിൻ്റെ കോമ്പൗണ്ട് തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് കേട്ടോ. വള്ളസദ്യയും ജസ്റ്റ് നമ്മുടെ അമ്പലത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കുറച്ചൊരു 100 മീറ്റേഴ്സ് എവേ ആയിരുന്നു നമ്മൾ സദ്യയും കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ലോ ബഡ്ജറ്റിൽ ഞങ്ങൾ മൂലമറ്റം ഡിപ്പോയിൽ നിന്നാണ് പോയത്. അപ്പോൾ എൻ്റെ നാട്ടിൽ എനിക്ക് അറിയുന്നത് മൂലമറ്റം ഡിപ്പോയും തൊടുപുഴ ഡിപ്പോയുമാണ്. അപ്പോൾ ഈ 2 ഡിപ്പോയിൽ നിന്നും ഈ പറയുന്ന ഈ തീർത്ഥയാത്ര ട്രിപ്പ് ഉണ്ട്. അത് മിക്കവാറും എത്ര ദിവസം ഗ്യാപ്പിലാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ, അതൊക്കെ നിങ്ങൾ അന്വേഷിക്കേണ്ടി വരും. പക്ഷെ എന്താണെങ്കിലും ഇതൊരു നഷ്ടമായില്ല. വളരെ സന്തോഷപരമായിട്ട് ഞങ്ങൾ ഈ വിസിറ്റ് പോയി വന്നു. അതുപോലെ സദ്യയും നന്നായി എൻജോയ് ചെയ്തു. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സ്പോൺസേഴ്സ് വന്ന് ഈ നമ്മുടെ തുഴക്കാരെ നമ്മുടെ അമ്പലത്തിൻ്റെ ക്ഷേത്രമതിലിനുള്ളിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. അവിടെ നിന്നാണ് അവർ സദ്യ കഴിക്കാൻ പോവുക. അപ്പോൾ ആ പ്രോസസ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭഗവാന്റെ ഉച്ചശീവേലി, അപ്പോൾ ഭഗവാൻ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് കാണാൻ പറ്റി. അതാണ് ആ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിന് പുറകെ നമ്മുടെ കണ്ടക്ടറേറ്ററാണ് വിളിച്ചുകൊണ്ട് പോകുന്നത് എല്ലാവരെയും കൂടെ. അപ്പോൾ നമ്മുടെ ട്രിപ്പിലൊരു 10-40 പേരുണ്ടായിരുന്നു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് പോകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ചിലത് വിനോദയാത്രയാണ്, ചിലത് തീർത്ഥയാത്രയാണ്. പക്ഷെ എന്താണേലും ഈ പറഞ്ഞ പോലെ എൻ്റെ അച്ഛനും അമ്മയും എടുത്ത് നല്ലൊരു തീരുമാനമായിരുന്നു അത് പോകണം എന്നുള്ളത്. എന്നോട് ചോദിച്ചു നീ വരുന്നുണ്ടോയെന്ന്. എനിക്ക് KSRTCയിലെ യാത്രയൊന്നും അത്ര ഇഷ്ടമുള്ള ഒരാളല്ല, പക്ഷേ ഈ ഒരു യാത്ര കൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മുടെ വള്ളസദ്യയുടെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ വള്ളസദ്യയുടെ സമയത്ത് പാടുന്ന പാട്ടാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ആ ഒരു പാട്ടിന് ശേഷം മാത്രമാണ് നമ്മൾ ഇരുന്ന് കഴിക്കാൻ പറ്റും. ചോറ് അപ്പോഴേ വിളമ്പുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എബൌട്ട് ദാറ്റ് ട്രിപ്പ്. ഇനി തിരിച്ച് സാധാരണ കുന്തിദേവിയുടെ ടെമ്പിളിൽ പോയിട്ടാണ് വരികയെന്ന് പറഞ്ഞത്. പക്ഷേ അന്ന് നെഹ്റു ട്രോഫി വള്ളങ്ങൾ നടക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. ഈ ഒരു വീഡിയോ നോക്കി ഐ റിയലി ലവ് ദിസ് മൊമെൻറ്റ്. മുത്തശ്ശി ഒരു പക്ഷേ ആരെങ്കിലും കൊണ്ടുപോകാനോ അല്ലെങ്കിൽ പോകാനൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു KSRTC ട്രിപ്പിൽ വന്നത്. പക്ഷേ ഷീ എൻജോയ്ഡ് ഇറ്റ്. ഓക്കെ, യു ക്യാൻ സീ ഹർ ഹാപ്പിനെസ്. അതിനൊപ്പം നിന്ന് തുള്ളുന്ന നമ്മുടെ കണ്ടക്ടറേറ്ററിനെയും കാണാം. ത്രൂ ഔട്ട് ദ ജേർണി ആ ചേട്ടൻ ഞങ്ങൾ ചിയർ ചെയ്തുകൊണ്ടേയിരുന്നു. ആ ചേട്ടൻ്റെ ഒട്ടും എനർജി നഷ്ടപ്പെട്ടു പോകാതെ. അപ്പോൾ തിരിച്ച് നമ്മളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാത്തതിൻ്റെ വിഷമം, അതായത് കുന്തിദേവി ക്ഷേത്രത്തിൽ കൊണ്ടുപോകാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ തിരിച്ച് ചക്കുളത്ത് കാവിൽ കൊണ്ടുവന്നു. തിരിച്ച് വരുന്ന വഴിക്ക് ചക്കുളത്ത് കാവും ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. വെരി പീസ്ഫുൾ, സച്ച് ബ്യൂട്ടിഫുൾ ടെമ്പിൾ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചക്കുളത്ത് കാവ് ടെമ്പിൾ. ചക്കുളത്തുകാവ് ടെമ്പിളിന് ശേഷം ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിലും കൂടെ പോയിട്ടാണ് വന്നത്. സോ ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് എന്താ പറയുക, ഞങ്ങൾ 8ഓളം അമ്പലങ്ങളിൽ പോയി കയറി ഇറങ്ങി തിരിച്ചു വന്നു. പക്ഷേ എങ്കിലും ഒട്ടും മടുപ്പുണ്ടായില്ല. അത് ഞാൻ ബിഗ് താങ്ക്സ് പറയുന്നത് KSRTCയോടാണ്. ഓടിപ്പോകുന്ന നമ്മുടെ കണ്ടക്ടർ ചേട്ടനോടും എൻ്റെ KSRTC ക്രൂവിനോടുമാണ്.